പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ കെ ആർ ചന്ദ്രമോഹൻ അവർ സഹകരണ മേഖലയ്ക്ക് വേണ്ടി ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞ ജീവിതം സമർപ്പിക്കപ്പെട്ട എല്ലാ മുതൽമാനവർ എൻ ഭാസുരാജൻ ആർ സുശീലൻ ജനറൽ സെക്രട്ടറി സി ചന്ദ്രബാബു കുട്ടിയാനിക്കടമ ബി എം അലൻ ആർ സുശീലൻ എസ് പ്രകാശൻ കെ എസ് സജീവൻ അടക്കമുള്ള ആരോഗ്യത്തെ സ്നേഹം. ഈ സെമിനാറിന്റെ ഉദ്ഘാടനം സമയം ലാഭിക്കുന്നതിനും വസ്തുതാപരമായി ഇവിടെ അവതരിപ്പിക്കുന്നതിനും ഞാനൊരു നോട്ട് തയ്യാറാക്കി ആദ്യമായി ഇവിടെ ഒരു 10 മിനിറ്റ് വായിക്കുകയാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം സംസാരിച്ചുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ നോക്കിയാൽ അവിടെ ഞാൻ പൂത്ത വരങ്ങൾ മാത്രമെന്ന് ചങ്ങമ്പുഴ പാടിയതുണ്ട്. ഇന്ന് കേരളത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാൽ അവിടെല്ലാം സഹകരണ UPS സർക്കാർ സഹകരണ മേഖലയിൽ ആദായ നികുതിയും സേവന നികുതിയും ബാധകമാക്കി കേരളത്തിന് സാമ്പത്തിക ആഘാതം എത്തിച്ചിരിക്കുകയാണ്. 97-ാം ഭരണഘടനാ ഭേദഗതി സഹകരണ മേഖലയിലെ നെഹ്റുവിയൻ കാഴ്ചപ്പാടുകളെ തളർത്തിരിക്കുക. IT ആക്ടിലെ 80 വകുപ്പിന്റെ എക്സംഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് കേരളത്തിന്റെ ആത്മമായ സഹകരണ പ്രസ്ഥാനത്തെ നടത്തുന്നു എന്ന പ്രതീതിയാണ് സഹകരണ മേഖലയുണ്ടായിട്ടുള്ളത്. നിയമ ഭേദഗതിയിലൂടെ റിസർവ് ബാങ്കിന് ലൈസൻസുള്ള ഉദാരവൽക്കരണ സബ്സിഡികളായി സഹകരണം പറയുന്നത് ഒരു അക്കാദമിക്കായിട്ടാണ്, രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടല്ല. ഇപ്പോഴത്തെ ഗവൺമെന്റുകളാണ് അത് കൊണ്ടുവരുന്നത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നത്തിലേക്ക് 30 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന നബാർഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. 2010 ഇക്കണോമിക് റിവ്യൂ പരിശോധിച്ചാൽ നമുക്ക് തന്നിട്ടുള്ള നബാർഡിന്റെ വായ്പയിൽ 71.43% കാർഷിക ഇത് ഔദ്യോഗികമായ പ്ലാനിംഗ് ബോർഡിന്റെ കണക്കാണ്. ബാക്കിയുള്ള 29.67% ഹ്രസ്വകാല കാർഷിക വായ്പയ്ക്ക് കേവലം 17%. സ്വയം സഹായ സംഘങ്ങൾക്ക് 7.5%, ലാൻഡ് ഡെവലപ്മെന്റിന് 2.7%, പ്ലാന്റേഷൻ ആൻഡ് ഹോർട്ടിക്കൾച്ചറിന് 2.03% പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരുടെ ഷോർട്ട് ടൈം ലോൺ കേന്ദ്രം നിജപ്പെടുത്തിയ 7% പലിശയ്ക്ക് ലോൺ കൊടുക്കാൻ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് സ്റ്റേറ്റ് ബാങ്ക് വഴി കിട്ടുന്നത് 17%. അത് നമ്മുടെ സ്റ്റേറ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്കിൽ കിട്ടുന്ന പണവും. അപ്പോൾ ലക്ഷ്യത്തിൽ നിന്നും മാറിക്കഴിഞ്ഞ് നബാർഡിന് വ്യക്തമാണ് ഇതിനുവേണ്ടിയായിരുന്നു ഞാൻ നബാർഡ് സ്ഥാപിച്ചത്. എവറിത്തിങ് എൽസ് വി ക്യാൻ റീച്ച് ബട്ട് നോട്ട് അഗ്രികൾച്ചർ. സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റു പറഞ്ഞ അഭിപ്രായം മറ്റെല്ലാം നമുക്ക് മാറ്റിവെക്കാം, കൃഷിയുടെ കാര്യം മാത്രം മാറ്റിവെക്കാൻ സാധ്യമല്ല. ഞാൻ ആ കാഴ്ചപ്പാടിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ നെഹ്റുവിന്റെ ഈ കാഴ്ചപ്പാടിലാണ് നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ അന്ന് സ്ഥാപിക്കപ്പെട്ടത്. അതിൽ നിന്ന് നബാർഡ് മാറുകയാണ്. നബാർഡിനെ പറ്റി 2010 ഇക്കണോമിക് റിവ്യൂവിൽ പ്രതിപാദിച്ചിരുന്ന രീതിയിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ നയം വ്യക്തമാണ്. എല്ലാ വർഷവും പ്ലാൻ റിവ്യൂ ബുക്കിന്റെ 4ാമത്തെ അധ്യായത്തിൽ 14 പേജോളം കോപ്പറേറ്റീവ് സെക്ടറിനും നബാർഡിനുമായിരുന്നു മാറ്റിവെച്ചത്. അതിപ്പോൾ 6ാം അധ്യായത്തിലേക്ക് മാറ്റി വെറും 7 പേജായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. 2010 നബാർഡ് എന്നുള്ള വാക്ക് അതിനകത്തില്ല. പകരം ബാങ്കിംഗ് ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു സെക്ടറാണ് അതിന് കണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ മേഖലയിൽ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് ബാങ്കുകളോടൊപ്പമാണ് നബാർഡിന്റെ സമീപനങ്ങൾ നബാർഡ് തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് പ്ലാനിംഗ് ബോർഡിന്റെ ഇക്കണോമിക് റിവ്യൂവിൽ നിന്നും മനസ്സിലാക്കുന്നത്. വനിതാ കമ്മീഷൻ നിർദ്ദേശങ്ങൾ ഇവിടെ ചെലവാകാത്തതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭരണഘടനാ ഭേദഗതി അവിടെ പാസാക്കി. സഹകരണ സംഘങ്ങൾ ഭരണഘടനയിൽ കൊണ്ടുവരുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയും പഞ്ചായത്ത് രാജിനെയും നഗരപാലികയെയും കൊണ്ടുവന്നതുപോലെ നമ്മുടെ സംഘങ്ങളെയും ഭരണഘടനയിൽ കൊണ്ടുവന്നതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ അതിലുള്ള ഭേദഗതികൾ അപകടങ്ങൾ സഹകരണ പ്രസ്ഥാനം തകർക്കുന്നതാണ്. 1959 ആദ്യത്തെ EMS ഗവൺമെന്റ് കാലത്ത് അന്ന് മുല്ലശ്ശേരി മാസ്റ്ററായിരുന്നു ആദ്യത്തെ സഹകരണ മന്ത്രി കേരളത്തിൽ.
കാലത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് സഖാവ് CH കരുണാകരൻ നിയമസഭയിൽ പ്രസംഗിച്ചു. ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല, ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ സഹകരണം സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ് എന്നതായിരുന്നു. നെഹ്റുവിന്റെ സഹകരണ നയത്തെ കമ്മ്യൂണിസ്റ്റുകാർ പിന്താങ്ങുന്നുവെന്ന് പ്രശസ്ത പാർലമെന്റിലുള്ള ഗോപാലകൃഷ്ണൻ ഇതേ 1950 നിയമസഭയിൽ പ്രസംഗിക്കുകയുണ്ടായി. പക്ഷെ നെഹ്റുവിന്റെ സഹകരണ നയത്തെ കമ്മ്യൂണിസ്റ്റുകാർ പിന്താങ്ങുന്നുവെന്നും കോൺഗ്രസിന്റെ സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കണമെന്ന് കോൺഗ്രസ് നാഗപ്പൂ പ്രമേയത്തെ നമ്മൾ കൂട്ടായി നടപ്പിലാക്കണമെന്നും കൂടി ഗോപാലകൃഷ്ണൻ നിയമസഭയിൽ ഇതേ നിയമസഭയിൽ 1959 പ്രമുഖ കോൺഗ്രസ് സാമാജികനായ ശ്രീ TR തോമസ് പ്രസംഗിച്ചു. അദ്ദേഹം ഇംഗ്ലീഷിലാണ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഉദ്ധരിക്കുകയാണ്. To the members of the International Congress, cooperative has become an article of faith. In the Nagapur session of the Congress, resolutions were passed which enjoin all congressmen to participate actively in the cooperative movement. I am sure that the Communist Party will also agree with this bit of the resolution. A uniform law should be made for the whole of India. Such adjustments are necessary for each state. ശ്രീ TR തോമസ് ദീർഘവീക്ഷണമുള്ള അഭിപ്രായം ഈ ആവശ്യമാണ് ഡൽഹിയിൽ പോയി ശ്രീ പ്രണാബ്കുമാർ മുഖർജിയുടെ ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് സഹകരണ കൃഷിമന്ത്രി ശരത് പവാറിനോടും കേരളത്തിന്റെ പ്രത്യേക പരിസ്ഥിതി പരിഗണിച്ച് ഇളവ് തരണമെന്ന് LDF സർക്കാരിന്റെ കാലത്ത് എന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി ഡെലിഗേഷൻ ആവശ്യപ്പെട്ടു. ആ ഡെലിഗേഷനിൽ കോൺഗ്രസ് സൈഡിലെ പ്രമുഖരായ 3 MPമാരും കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഓരോ സ്റ്റേറ്റിന്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് പൊതുനിയമം കൊണ്ടുവരണമെന്ന് ശ്രീ TR തോമസ് 1959 പറഞ്ഞെങ്കിലും 1911 UPA ഗവൺമെന്റിൽ കോൺഗ്രസ് പാർട്ടികൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ വിമർശനമാണ്. ഇത് കണ്ടാൽ 20,000 കോടി രൂപയായിരുന്നു മറ്റു നിക്ഷേപം. LDF സർക്കാരിന്റെ കാലത്ത് 68,000 കോടിയായി വർദ്ധിച്ചു. 13,000 കോടി രൂപയായിരുന്ന വായ്പാ മേഖല 60,000 കോടിയായി വർദ്ധിച്ചു. തളർന്നു കിടന്ന കൺസ്യൂമർ ബോർഡിനെ സഹകരണ വിപണനം കേരളീയത്തിലൂടെ വീട്ടമ്മമാരുടെ പ്രിയപ്പെട്ടത് 60,000 സഹകരണ വിപണന മാർക്കറ്റുകൾ 119 നിധി സ്റ്റോറുകൾ 240 മെഡിക്കൽ സ്റ്റോറുകൾ 95 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ കുട്ടനാട്ടിൽ ഒഴുകുന്ന ത്രിവേണി ഇടുക്കി ആലപ്പുഴ എറണാകുളം കൊല്ലം ജില്ലകളിൽ സഞ്ചരിക്കുന്ന ത്രിവേണികൾ എന്നിവ ഓണം വിഷു റംസാൻ ബക്രീദ് ക്രിസ്മസ് എന്നീ ഉത്സവകാലങ്ങളിൽ വില ഉയർന്ന പ്രത്യേക കാലത്ത് ഉച്ചയുടെ കുബേര വ്യത്യാസമില്ലാതെ സഹകരണ വിപണനം കേന്ദ്രീയ കുടുംബങ്ങളിൽ വിവിധ ഭക്ഷണ സാധനങ്ങൾ 3 എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഒരു MBA ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫിനിഷിംഗ് സ്കൂൾ, സഹകരണ ആശുപത്രി, BSc നഴ്സിംഗ് കോളേജ് എന്നിവ സഹകരണ വകുപ്പിന്റെ കീഴിൽ കേൾപ്പ് തന്നെ ആരംഭിച്ചു. കേരളത്തിൽ 200 കോടി രൂപയുടെ ആസ്തി രൂപീകരണമാണ് ഉണ്ടായിരുന്നത്. എഴുത്തുകാരൻ ലോകത്തിലെ ആദ്യത്തെ സഹകരണ പ്രസ്ഥാനമായി SPSTസിനെ പുനർജീവിച്ചു. ഇത്തരത്തിൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ നടത്തുന്നതിനായിട്ടാണ് കേന്ദ്ര സർക്കാർ ബാങ്ക് റെഗുലേഷൻ ആക്ടും കമ്പനീസ് ആക്ടും ഭരണഘടനാ ഭേദഗതി അനുവദിച്ചത്. ഇത് കോൺഗ്രസ് സർക്കാരുകളിൽ നിന്ന് അപകടകരമാണ്. കോൺഗ്രസിന്റെ തന്നെ ഗ്രാമീണ അടിത്തറ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അതീവ ഗുരുതരമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം കൂടിയായതുകൊണ്ട് എല്ലാ കോൺഗ്രസ് സാമാജികരും കോൺഗ്രസ് സർക്കാരുകളും ഈ പ്രശ്നം രാഷ്ട്രീയാതീതമായി പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. 97ാം ഭരണഘടനാ ഭേദഗതി സാങ്കേതിക രൂപം താഴ്ച ഭരണഘടനയുടെ 4ാം ഭാഗം ഭരണകൂടത്തിലുള്ള നിർദ്ദേശ തത്വങ്ങളാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ്. എന്നാൽ ആർട്ടിക്കിൾ 43A ശേഷം 43B ആയി സഹകരണ സംഘങ്ങളെ പരിപോഷിപ്പിക്കൽ എന്ന ഭാഗമാണ് ചേർന്നത്. 43A ശേഷം 43B ആയിട്ടാണ് സഹകരണ സംഘങ്ങളെ പരിപോഷിക്കൽ എന്ന ഭാഗം ചേർന്നത്. ആർട്ടിക്കിൾ 43A എന്നത് വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലാളി പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ഭരണകൂട നടപടികൾ സ്വീകരിക്കണമെന്നതാണ്. 43B വഴി